ഇടുക്കി ഗ്രാമ്പിയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ ഇന്നും മയക്കുവെടി വെക്കാൻ കഴിഞ്ഞില്ല. കടുവ കാട്ടിലേക്ക് കയറിയതായാണ് നിഗമനമെന്ന് കോട്ടയം ഡിഎഫ്ഒ എൻ രാജേഷ് പറഞ്ഞു. രാവിലെ ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തിയെങ്കിലും കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതോടെ തേക്കടിയിൽ നിന്നും സ്നിഫർ ഡോഗിനെ എത്തിച്ചു. ഡോഗിനെ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ കടുവ ഹില്ലാഷ് അരക്കണൽ മേഖലയിലേക്ക് നീങ്ങിയതായി കണ്ടെത്തി. പല സംഘങ്ങളായി വനപാലകർ 2 കിലോമീറ്റർ ചുറ്റളവിൽ വിശദമായി പരിശോധിച്ചെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. കടുവയ്ക്കായുള്ള തെരച്ചിൽ നാളെയും തുടരുമെന്നും കടുവയെ കണ്ടാൽ മയക്കുവെടി വയ്ക്കാൻ സജ്ജമാണെന്നും കോട്ടയം ഡിഎഫ്ഒ എൻ രാജേഷ് പറഞ്ഞു. ഇന്നത്തെ തെരച്ചിൽ ഇപ്പോൾ താൽക്കാലികമായിട്ട് നമ്മൾ ഇന്നത്തേക്ക് അവസാനിപ്പിക്കുകയാണ്. കാരണം ഇപ്പോൾ നമ്മൾ ലൈറ്റ് കുറഞ്ഞു, പിന്നെ ഇടയ്ക്കുന്നുണ്ട് മഴയുണ്ടായെങ്കിലും നമ്മൾ തെരച്ചിൽ പൂർണ്ണമായ തോതിൽ ഈ നേരം വരെ ചെയ്തു. പക്ഷേ രാവിലെ ട്രാക്കർ ഡോഗിൻ്റെ സഹായത്തോടെയാണ് നമ്മൾ ഈ ഏരിയ കംപ്ലീറ്റ് സെർച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഏരിയയിലൊന്നും നമുക്ക് കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കടുവ അവിടെ മൂവ് ചെയ്തതിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഫിസിക്കൽ പ്രസൻസ് ഇതുവരെ നമ്മൾ ലൊക്കേറ്റ് ചെയ്തിട്ടില്ല. നമ്മുടെ ഒരു അസംഷൻ എന്ന് പറയുന്നത് ഇത് നേരത്തെ വന്നിരുന്ന ട്രാക്കിൻ്റെ അവിടെ റിസർവ് ഫോറസ്റ്റിൻ്റെ ബൗണ്ടറിയാണ്. അപ്പോൾ അവിടെ നിന്ന് കാട്ടിനകത്തോട്ട് തൽക്കാലത്തേക്ക് കയറിയിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ക്യാമ്പ് തുടരും. ക്യാമ്പ് കണ്ടിന്യൂസ് ആയിട്ട് 24/7 ക്യാമ്പ് ഇവിടെ തന്നെ തുടരും. മാത്രമല്ല ഇപ്പോൾ ഇന്ന് നമ്മൾ ഈ മയക്കുവെടിക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ടീമുകളും ഈ കണ്ടിന്യൂ ചെയ്യും. ഡിസ്മാൻഡിൽ ചെയ്യുന്നില്ല, ടീംസ് എല്ലാം കണ്ടിന്യൂ ചെയ്യും. എന്തെങ്കിലും നമുക്ക് പ്രസൻസ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലായിട്ട് നമുക്ക് ആക്ട് ചെയ്യുന്ന രീതിയിലാണ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. കടുവയുടെ സാന്നിധ്യമുണ്ടെന്ന് കരുതുന്ന ഹില്ലാഷ്, അരക്കണൽ എന്നീ മേഖലകളിൽ ഉൾപ്പെടെ 3 കൂടുകൾ സ്ഥാപിക്കും. നിലവിൽ രൂപീകരിച്ചിരിക്കുന്ന പ്രത്യേക സംഘത്തെ ദൗത്യമേഖലയിൽ നിന്ന് പിൻവലിക്കില്ല. അതേസമയം കടുവയെ പിടികൂടാത്തതിൽ പ്രതിഷേധവുമായി തോട്ടം തൊഴിലാളികൾ രംഗത്തെത്തി. തോട്ടം തൊഴിലാളികൾക്കും സ്കൂൾ കുട്ടികൾക്കും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംരക്ഷണമുണ്ടാകുമെന്ന് കോട്ടയം ഡിഎഫ്ഒ ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ചത്. കൈരളി ന്യൂസ്, ഇടുക്കി.